ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2600 സ്ക്വയർ ഫീറ്റിൽ 6.5 സെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിന്റെ കാഴ്ചകളാണ്. ഇത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കിലാണ്. സുമീർ ഷജ്മി ദമ്പതികളുടേതാണ് ഈ ഒരു മനോഹരമായ വീട്. ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് കൊല്ലം ബേസ്ഡ് ആർക്കിടെക്ചറൽ ഫേമായ അസോസിയേറ്റ് ഡിസൈനേഴ്സ് ആണ്. ഇതിന്റെ എഞ്ചിനീയർ റിയാസ് അബ്ദുൾ റഹ്മാൻ സാറാണ്. സാറിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ ഒരു കൺസ്ട്രക്ഷനും ഡിസൈനും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിസൈൻ സിങ്ക്രണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീൽ GI ട്യൂബുലാർ സെക്ഷൻ കൊണ്ടുള്ള വെർട്ടിക്കൽ ഫിൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ കാൻഡിലിവർ ആയിട്ട് വരുന്ന ബാൽക്കണിയിൽ വരെ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലായിടവും ഒരേ ഡിസൈൻ വരാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. മുറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ കോബിൾ സ്റ്റോൺ കൊണ്ടുള്ള ഇന്റർലോക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ എലിവേഷൻ നോക്കി കുറേ ഡിഫറെൻറ്റ് സൈസിലുള്ള റെക്റ്റാങ്കുലർ ബോക്സസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ്. അതും വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. കാർപോർച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റ് ചെയ്ത കാർപോർച്ചിനകത്ത് TKT പാനലിംഗ് കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്തിട്ട് ACP കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിലോട്ട് വരികയാണ്. നമ്മൾ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റെപ്സ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ചെറിയ സിറ്റൗട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ വിൻഡോസും ഡോസും എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ലൊരു സോഫ, ഇവിടെ കോർണർ സോഫയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെയുള്ള പോർഷൻ നല്ലൊരു ഡിസ്പ്ലേ യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ധാരാളം മൊമെന്റോസ് ഒക്കെയാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ 710 ഗ്രേഡിലാണ് കേട്ടോ ഈ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ ഇത് ടീക്ക് വുഡും നമ്മുടെ 12 mm തിക്നെസ്സിൽ വരുന്ന ടഫ് ആൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബട്ടൺ ഫിക്സിംഗ് ആണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ഡൈനിങ് പോർഷനിലോട്ടാണ്. തന്നെ നമ്മുടെ കിച്ചണിലോട്ടും പോകുന്നുണ്ട്. നല്ലൊരു ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും ആണ് കൊടുത്തിരിക്കുന്നത്. മാർബിൾ ടോപ്പാണ് കേട്ടോ ഡൈനിങ് ടേബിളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ സ്ലൈഡിങ് ഗ്ലാസ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. ഈ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഡോസ് ചെയ്തിരിക്കുന്നത് അലുമിനിയം അൽജീരിയയിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കാം. ഇത് സ്ലൈഡ് ചെയ്ത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു പകൽ സമയത്ത് നമ്മളിതിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഡൈനിങ് സ്പേസിലോട്ടും ഈ ഒരു കിച്ചണിലോട്ട് വരെ നല്ല രീതിയിലുള്ള കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ നല്ല ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെയാണ് ഇവിടെ വാഷ് യൂണിറ്റ് വരുന്നത്. നല്ലൊരു വാഷ് ബേസിനും നല്ലൊരു മിററും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ അത്യാവശ്യം താഴെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ്. ഒരു മോഡുലാർ കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു.
കിച്ചണിൽ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ 710 ഗ്രേഡിലാണ്. എന്നിട്ട് മൈക്ക ലാമിനേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കാഫിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാ കട്ട്ലറി യൂണിറ്റ്സും ബോക്സസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ള വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. ഇത് കൂടാതെ ഇവിടെ പിന്നൊരു ചെറിയൊരു കിച്ചൺ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വോളെല്ലാം തന്നെ ടെക്സ്ചർ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. മുകളിലും നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ഒരു 2 സൈഡിലായിട്ടാണ് കേട്ടോ ബെഡ്റൂംസ് വരുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം. വളരെ ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കിവിടെയും ഈ ഒരു വോളിൽ നോക്കുകയാണെങ്കിലും ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുകയാണ്. വാർഡ്രോബ്സും ഒക്കെ തന്നെ മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത് 14 feet by 11 feet ആണ്. പിന്നെ ഈ ഒരു ബെഡ്റൂംസിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നല്ലൊരു ഫസാഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 റൂമും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഫസാഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ ആ ഒരു ഫസാഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു 2 റൂമും തമ്മിൽ കണക്ഷൻ ഉണ്ടായതുകൊണ്ടും പിന്നെ ഇത്രയും ലെങ്ത്തിൽ കിടക്കുന്നതുകൊണ്ടും ഇത് കുട്ടികൾക്കുള്ള ഒരു കളിക്കാനുള്ളൊരു സ്പേസ് ആയിട്ടും ഒക്കെ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലൊക്കെ തന്നെ ജാളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫസാഡിൻ്റെ 2 സൈഡിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഡോർസാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇനി ഇതാണ് താഴത്തെ നെക്സ്റ്റ് ബെഡ്റൂം. 13 by 10 ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു റൂമിൻ്റെയും ഈ ഒരു വോളായിട്ടൊക്കെ തന്നെ ഇവിടെയും ടെക്സ്ചർ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലീനിയർ പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ റൂമിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്കിങ്ങനെ പുറത്തോട്ട് ആ ഒരു ഫസാഡിലോട്ട് ഇറങ്ങാൻ പറ്റും. ആ ഒരു 2 റൂമും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ഫസാഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റെപ്സ് എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ മുകളിലോട്ട് കയറുമ്പോൾ ഉള്ള ഒരു ലാൻഡിങ് പോർഷൻ കണ്ടില്ലേ, ആ ഒരു വോളിലായിട്ട് വന്നിരിക്കുന്നത്. അവിടെ ഒരു വോളല്ല, ഫിൻസാണ്, വെർട്ടിക്കൽ ഫിൻസാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഗേറ്റിൻ്റെ ഡിസൈനോട് സിമിലറായിട്ട് മൊത്തത്തിൽ നമുക്ക് ആ ഒരു പിന്നെ ഡിസൈൻ കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ മുകളിലേക്ക് കയറിയപ്പോൾ വിശാലമായ ഹോളാണ് ഈ കാണുന്നത്. നമ്മുടെ ടെറസ് പോർഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ സ്റ്റെയർസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഒരു സ്റ്റെയർസും അങ്ങനെ തന്നെ വന്നപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട്. ടീക്ക് വുഡിലാണ് നമ്മുടെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഭംഗിയിൽ തന്നെ സീലിംഗ്, ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡബിൾ ഹൈറ്റിൽ വരുന്ന പോർഷനാണ്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ്, അടുത്ത് കാണാനായിട്ടും നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് നൈറ്റിൽ വെളിയിൽ നിന്ന് ആ ഒരു ഗ്ലാസ് വോളിലൂടെ കാണുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി മനസ്സിലാവുന്നത്. പിന്നെ നമുക്കിതാ ഇവിടെ 2 ബെഡ്റൂംസും കൂടാതെ ഒരു തിയേറ്റർ റൂം കൂടിയാണ് വരുന്നത്.
വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോൾ സീലിംഗിലെ വർക്കായാലും തന്നെ നല്ല രസമായിട്ടുണ്ട്. കാരണം വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയും സ്ലൈഡിങ് ഗ്ലാസ് ഡോർസ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ചെറിയ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കാൻഡിലിവർ ബാൽക്കണി ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമായിട്ടല്ല, ഒരു തിയേറ്റർ റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടി വി കാണാനും നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് റൂം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സോഫ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ നല്ല വിശാലമായൊരു റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഈ വീടും വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീട് പണി നടക്കുന്നവർക്കും വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡിസൈനും അതുപോലെ കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് അസോസിയേറ്റഡ് ഡിസൈനേഴ്സാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.